ഓ മൈ ഗോഡിന്റെ ഈ എപ്പിസോഡ് കൊട്ടാരക്കര മേലിലയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന കൂട്ടുകാരൻ ഭർത്താവ് കൊടുത്തയച്ച പാക്കറ്റുമായി വീട്ടിലേക്ക് വരികയാണ്. ബാത്റൂമിന്റെ എന്താണ്ട് ലീക്ക് ആണെന്നോ വീടിന്റെ എന്തൊക്കെയാണ് ലീക്ക് തന്നെ പണിയത് വയ്യ ചേട്ടൻ അറിയാം. ചേച്ചിയുടെ പേരെന്തോ? എവിടാണ്? എന്നെ കല്യാണം കഴിച്ചോട്ട് വന്നു. ആണല്ലോ, ഓക്കെ ഓക്കെ. സേഫ് ആയിട്ട് എത്തി. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. വൈഫ് എന്ത് ചെയ്യുവാ? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. വെള്ളം ഞാൻ ഇടയ്ക്കായിരിക്കും. വെള്ളമൊന്നും വേണമെന്നില്ല. ഈ ഗൾഫുകാരൻ ഭാര്യയ്ക്ക് കൊടുക്കാൻ പോകുന്ന സർപ്രൈസ് എങ്ങനെയായിരിക്കും? വരുന്ന നിമിഷങ്ങളിൽ സംഭവിക്കുന്ന കെണിക്കുരുക്കുകൾ എന്തൊക്കെയായിരിക്കും? കാണാം. ഇവരിപ്പോ ഇവിടെ ഇല്ലല്ലോ. ഈ രശ്മി ഒന്നും ഇവിടെ ഇല്ല. അവർ അപ്പുറത്ത് പോയെന്ന് തോന്നുന്നു. അമ്മയും അച്ഛനും ഉണ്ട്. ഇല്ല അമ്മയും അച്ഛനും ഉണ്ട്. ഉണ്ട്. ഞാൻ ഒരു എൻ്റെ അപ്പൂപ്പനാണ്. ഒട്ടും വയ്യ. ഇടയ്ക്ക് വെച്ചൊന്ന് ബാത്റൂമിലൊന്ന് തെന്നി വീണായിരുന്നു. അപ്പം എനിക്ക് വേറെ ആരുമില്ല, അപ്പൂപ്പനും മാത്രമേ ഉള്ളൂ. ഇച്ചിരി പ്രശ്നമൊന്നുണ്ട്. സംസാരിക്കണൊക്കെ പരസ്പര ബന്ധമില്ലാതെയൊക്കെ അങ്ങനെ. ഗുളിക കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അടുത്ത് നമ്മള് കണ്ണ് തപ്പിയാ അടുത്ത് കളഞ്ഞളയും. അവൻ വിളിച്ചായിരുന്നോ? വിളിച്ചു എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്തുനിന്ന് കല്യാണം കഴിച്ചു. വൈശാഖിന്റെ സ്ഥലം ഇവിടെ അല്ലല്ലോ. ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. എന്താപ്പാ ലൈറ്റ് ഓഫ് ചെയ്യൂല. ലൈറ്റ് ഈ ഇരുട്ട് വന്നാ പറയണത് ഞാൻ മരിക്കുമെന്നാണ്. വെളുപ്പാൻ കാലത്തും എല്ലാവിടെ ലൈറ്റ് വേണം, ഇല്ലെങ്കിൽ കരയും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മക്കളുണ്ട്, നോക്കൂല. ഇങ്ങനെയൊക്കെ വയ്യാതെയൊക്കെ ഒരു മതി ഇരിക്കുന്നത്. ഞാൻ നോക്കാം. വിശാന്റെ വീടാണോ? വിശാന്റെ ഫ്രണ്ട്. അതുല്യ മേനോനാരാ? ഞാനാണ്. പേരെന്താ? എൻ്റെ പേര് സുനിൽ സാറേ. സുനിൽ. രമ്യ കൃഷ്ണനാരാ? എൻ്റെ വൈഫാ. എന്ത് കാര്യം പറഞ്ഞിട്ട് ഫോട്ടോയൊക്കെ എടുക്കുക? ഞാനൊരു കേസ് അന്വേഷിച്ച് ഇറങ്ങിയതാ. സുനിൽകുമാറല്ലേ? അതെ. സൗദിയിലല്ലായിരുന്നോ? അതെ, സൗദിയിലായിരുന്നു. ഈ വിശാഖ ഇപ്പോൾ അവിടെ സൗദിയിലാണോ? നാട്ടിലുണ്ടോ? ഇല്ല, സൗദിയിലാണ്. സാർ എന്താ കാര്യം? സാറേ, മാം പറഞ്ഞ ആളെ തന്നെ. ഞാൻ ഫോട്ടോ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം സാറ് നമ്മുടെ ജീപ്പ് കിടപ്പുന്നില്ല, നമ്മൾ ജീപ്പ് കിടപ്പുണ്ടല്ലോ, ആ ജീപ്പ് കിടക്കുന്ന ആ സൈഡിലുള്ള റോഡ് ഇനി വന്നാൽ മതി. എന്തൊരു ഇന്റർനാഷണൽ കേസാണ്. സുനിൽകുമാർ അല്ലേ? സുനിൽകുമാർ വിശാഖ് ഹസ്ബൻഡാ? ഹസ്ബൻഡ്. വിശാഖ് ഇപ്പം നാട്ടിലില്ല. 22-ാം തീയതി ആരാ ഇവിടെ നാട്ടിൽ വന്നേ? നവംബർ 22-ാം തീയതി ഒരു 5:30 സമയത്ത് അല്ലേ? ടോണ്ടത്ത് ഇറങ്ങി അല്ലേ? അതെ. നിങ്ങൾ പിക്ക് ചെയ്താരാ അവിടെ നിന്ന്? ഒലാടി ഉണ്ടായിരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നോ? അവരവിടെ ഉണ്ടായിരുന്നു. 3 പേരുണ്ടായിരുന്നു വണ്ടിയിലല്ലേ? 3 പേര്. എന്റെ അപ്പൂപ്പനാണ്. ഈ വീടിന്റെ ഓണർ? ഞാൻ ഇവിടെ റെന്റിനാണ്, മുകളിലാണ്. അതുല്യ. ഇങ്ങോട്ട് മാറിയേക്കും. മാഡം, ഇതാണ് വിശാഖിന്റെ വൈഫ്. ഓക്കെ. സുനിൽകുമാർ. നിങ്ങൾ ഫോട്ടോ അയച്ചിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നോട്ട് ചെയ്തു. രമ്യ കൃഷ്ണൻ വൈഫ് തന്നെ. രമ്യ കൃഷ്ണൻ. സുനിൽകുമാർ. ഓക്കെ. സുനിൽകുമാർ ഇപ്പോൾ വന്നത് നവംബർ 22 അല്ലേ? 5 AM. ഏത് ഫ്ലൈറ്റ് ആയിരുന്നു? ഗൾഫ് എയർ. സുനിൽകുമാറിന് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ? മനസ്സിലായില്ല.
സാമിൽ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന മലപ്പുറത്തുള്ള മുസ്തഫ അറിയാമോ സുനിൽകുമാറിന്? അറിയാം. ആ, ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പൊ കാര്യം മനസ്സിലായോ ഇപ്പൊ സുനിൽകുമാറിന്? മനസ്സിലായോ? കാര്യം മനസ്സിലായോ? വാദം പത്താറപ്പെടാ ചോദിക്കല്ലേ അവര് എന്തോ ഞാനില്ല, ഞാൻ നിരപരാധി, എനിക്കറിയത്തില്ല. ഇത്രയും പറഞ്ഞിട്ടും ഒരു സെക്കൻഡ്, സുനിൽകുമാറിന് കാര്യം മനസ്സിലായോ ഇല്ലയോ? വ്യക്തമായിട്ടില്ല. വ്യക്തമായിട്ടില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത്. രമ്യ കൃഷ്ണൻ അല്ലേ? രമ്യ കൃഷ്ണൻ എന്നാണ്. 2022, 23, 24 ട്രിവാൻഡ്രം ടു സൗദിയ അല്ലേ? ട്രാവലിംഗ് ഡീറ്റെയിൽസ് വേണം. 2 പേരെയും പറയൂ. 22 ഹസ്ബൻഡ് വന്നത്, ചേട്ടൻ വന്നത് മാർച്ചിലാന്ന് തോന്നുന്നത്. കല്യാണത്തിനല്ലേ? ഹലോ, ഇതാരാ? മാർച്ചിൽ ഓർക്കെ പറയൂ, നോട്ട് ചെയ്യണം. മാർച്ച് 31 റിട്ടേൺ പോയത്. ചേട്ടൻ പോയത് ആ എനിക്ക് കറക്റ്റ് മേട്ടെ നോട്ട്. ആ ടൈമിൽ എന്തായിരുന്നു ബിസിനസ് അവിടെ? സുനിൽകുമാറിന് ട്രിവാൻഡ്രത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ സുനിൽകുമാർ ഈ 6 മന്ത് എങ്ങനെയായിരുന്നു ഈ ബിസിനസ് നടത്തിയിരുന്നത്? ഈ സ്മഗ്ലിങ്, ഗോൾഡിന്റെ സ്മഗ്ലിങ് നടത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? ചേട്ടൻ ഒന്നും ചെയ്യത്തില്ല. നീ സത്യം പറയുന്നു അതോ നിന്നെ ഞങ്ങൾ കൊണ്ട് പറയിപ്പിക്കണം? ചോദ്യം. ഇതാരാണ്? എന്റെ അപ്പൂപ്പനാണ്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ആവശ്യമില്ലായിരുന്നു. വയസ്സായവർ മനുഷ്യർക്കൊരു പ്രായമായ വിവരം വേണ്ടി. വൈഫിനോടുത്ത് പറയൂ, സൈലന്റ് ആവാൻ പറയൂ. എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റത്തുള്ളൂ. പറയൂ. കാര്യം ആ ടൈമില് ട്രാവലിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു ഈ സ്മഗ്ലിങ്? ഈ പറഞ്ഞ വ്യക്തി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കതിൽ ബന്ധമൊന്നുമില്ല. ശരി, KL 24V 8373 ആരുടെ വണ്ടിയാണ്? ഈ വണ്ടി മലപ്പുറം ഭാഗങ്ങളിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്നിട്ടുണ്ട്. ഒന്നുകിൽ അത് നിങ്ങളുടെ സുനിൽകുമാർ എവിടെയെങ്കിലും ലോങ് പോയിട്ടുണ്ടോ ചോദിച്ചു നോക്ക്. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ, ചോദിച്ചു നോക്ക്. വണ്ടി എടുത്തിട്ട് ചോദിച്ചു നോക്ക്. 2 ദിവസം മുമ്പ് പോയിട്ടുണ്ടോ? ഞാൻ മലപ്പുറത്ത് 2 ആഴ്ച മുമ്പുള്ള കാര്യം പറഞ്ഞു. 2 ആഴ്ച മുമ്പ് ഒന്ന് ചോദിച്ചു നോക്ക് പുള്ളിയോട്. തിരുവനന്തപുരത്ത് വരെ പോയായിരുന്നു ഞങ്ങൾ. ചേട്ടൻ വന്ന എന്റെ തിരുവനന്തപുരത്ത് പോകുന്ന വീട്ടിൽ പറഞ്ഞിട്ട് മലപ്പുറത്ത് നിന്നാണല്ലോ CCTV ദൃശ്യങ്ങൾ കിട്ടിയത്. ഒരുപാട് കള്ളത്തരങ്ങളാണല്ലോ. ഇല്ല, ഞാൻ കള്ളത്തരം പറയുന്നു മേഡം. ഇല്ല, എന്റെ അറിവിലുള്ള കാര്യം ഓക്കെ, മേഡത്തിന്റെ അറിവിലുള്ള കാര്യമാണ് മേഡം പറയുന്നത്. മേഡത്തിന്റെ ഹസ്ബൻഡ് കള്ളത്തരം പറയുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഞങ്ങൾ എത്തണമെങ്കിൽ എങ്ങനെ എത്തി? ആളിന്റെ നമ്പർ ട്രാക്ക് ചെയ്താണ് എത്തിയത്. ആളുടെ നമ്പർ ഞാനിപ്പോൾ പറയാം. 622719 ആണോ കോണ്ടാക്ട് നമ്പർ? ഓക്കെ. അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസുകൾ പറയൂ. നമുക്ക് സുനിൽകുമാറിന്റെ എന്നാണ് അറിയേണ്ടത്. 7510 അപ്പൂപ്പ മിണ്ടാകട. ഇവിടെ എന്തിനു വന്നു? ഇവിടെ എന്തിനാ വന്നേ? സുഹൃത്തിന്റെ വീടാന്ന് പറഞ്ഞു. സുഹൃത്ത് ആരാണ്? വൈശാഖ് ആണ്. ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ? രമ്യ വന്നിട്ടുണ്ടോ? പിന്നെ ഇപ്പം ഇതിനെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നു. ഇപ്പോ ഒരു 2022 2 ഇത് മിസ്സിംഗ് ആയിരുന്നു. എന്തോ മിസ്സിംഗ്? ലഗേജ് മിസ്സിംഗ് ആയില്ലേ? അന്ന് എന്റെ ഗൾഫേര് വന്നപ്പോ ട്രിവാൻഡ്രത്ത് ഒരു 2-3 ഡേയ്സിന് ശേഷം കിട്ടി. അതെ, കിട്ടി. അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചാണകം. ഏജ്ഡ് ആയ ആളായതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. മനസ്സിലായോ? ഓർമ്മയില്ലാത്ത ആളാ. ട്രിവാൻഡ്രത്ത് വന്നില്ലായിരുന്നോ? ഇടയ്ക്ക് പോയില്ലായിരുന്നോ? ട്രിവാൻഡ്രത്ത് വന്ന് പിന്നെ മ്യൂസിയം സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടി. നിങ്ങളെ വണ്ടി പാസ് ചെയ്തതും എല്ലാ ഡീറ്റെയിലും കിട്ടി. തിരിച്ച് നിങ്ങളെ ഇത്രയും ദിവസം ഞങ്ങൾ ട്രേസ് ചെയ്യാറുണ്ട്. കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തത്. ഇപ്പോഴാണ് കൺഫേം ആയത്. എന്തു മേഡം, എനിക്കൊന്നും മനസ്സിലായില്ല സത്യം. സ്മഗ്ലിംഗ് കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് സാധനം. അതാണ് കാര്യം. മുസ്തഫ പറഞ്ഞത് ആ സ്മഗ്ലിംഗിലെ പ്രധാന കണ്ണിയാണ് ഈ ഇരിക്കുന്ന സുനിൽകുമാർ. ഇതിന്റെ കൂടെ
വിശാഖം ഉണ്ടോ? വാദം മറന്നടാ. ഞാൻ പറഞ്ഞല്ലോടാ അവരൊക്കെയാ, ഞാൻ ഇതിന്റെ അകത്തില്ല. എന്റെ സുനിൽകുമാറെ സെന്റിമെന്റ്സിലൊന്നും ഒരു കാര്യമില്ല. തെളിവ് സഹിതമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ചോദിച്ചു നോക്ക്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. മാഡത്തിന് എന്തെങ്കിലും പറയുണ്ടെങ്കിൽ ഓർത്ത് സംസാരിക്കൂ. എനിക്കൊന്നും പറയില്ല, ഞാൻ എന്താ പറയാനും ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴല്ലേ ഇങ്ങനെ അറിയുന്നത്. പാസ്പോർട്ടിലെ സ്പോൺസർ രമ്യ കൃഷ്ണനല്ലേ ആളുടെ പാസ്പോർട്ടില്? ആണ്. ആണോന്നല്ല, ഡീറ്റെയിൽസ് ഫുള്ള് വെച്ച് തന്നെയാണ്. ഓക്കെ കൂളായിട്ട് സംസാരിക്കും. ഇപ്പം മാഡത്തിനെ കൊണ്ടുപോകുന്ന കാര്യം മാഡം പറഞ്ഞ കേൾക്കുക. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വരാൻ പറ്റും. അപ്പം ഞങ്ങളാണ് മാസം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ സൈലൻ്റായിട്ട് കാര്യം കേൾക്കുക. അത് നിങ്ങൾ ഇമോഷണലായിട്ട് കാര്യമില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഇവിടുത്തെ ഈ വീട്ടുകാർ വിശാഖ് അല്ലേ, വൈശാഖോ അതുവരെ വൈശാഖ് അതിൻ്റെ ഒരു ടീം, അവൻ്റെ ഒരു കമ്പനിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഈ കേരളത്തിനകത്ത് പല സ്ഥലത്തും വന്നിട്ടുണ്ട്. അദ്ദേഹം വന്ന സമയത്ത് വന്നിട്ടുണ്ട്. വൈഫ് വന്ന സമയത്ത് വൈഫിന്റെ റിട്ടേൺ വൈഫ് ഒരുമിച്ച് ഒറ്റയ്ക്കല്ലേ വന്നാ ഇങ്ങോട്ട്? കയ്യിൽ എന്തെങ്കിലും കൊടുത്തു വിട്ടോ നീ? ഇല്ല. സത്യം വേണം. കോള് വന്നോണ്ടിരിക്കുവാണ്. ഡീറ്റെയിൽസ് ഫുള്ള് എടുത്തിട്ട് വേണം നമുക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ നിരപരാധി. നീ എന്തിനാ കരയുന്നത്? നീ നിരപരാധിയാണോ നിന്റെ പേരാവൻ പറഞ്ഞത്? ആണോ? എന്ത് പേടിയാവുന്ന? മാഡം നിങ്ങൾ പേടിക്കാണോ? ഞാൻ പറഞ്ഞില്ലേ എന്നറിയോ, അദ്ദേഹം നിങ്ങൾ അദ്ദേഹം ഇതില്ലെങ്കിൽ നോ പ്രോബ്ലം, അത് പറഞ്ഞു വിടും, അത് പ്രശ്നമൊന്നുമില്ല. അത് ആദ്യം അന്നും വ്യക്തമാണ്. നിങ്ങൾ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടോ? എനിക്ക് വെള്ളം വേണ്ട. പറഞ്ഞു മനസ്സിലായോ? നിങ്ങളിരുന്ന് ബി പി കയറ്റിയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഒരു സെക്കൻഡ് സാർ. വേണ്ട മോളെ, വേണ്ട. ആളെങ്ങനെയാണ്? ചേട്ടൻ സ്വഭാവ ദൂഷ്യമൊന്നും ഉള്ള ആളല്ല. അല്ല. വീട്ടിലും ആളും നാട്ടിലും അങ്ങനെ തന്നെയാ. വേറെ പ്രോബ്ലം ഉള്ള ആളല്ല. ഒടുക്കത്തെ വെള്ളാടി. ഇത് കഷ്ടമായി. ആണോ? എനിക്കറിയത്തില്ല. ഇല്ല, ആ പൊതുവെ അറിയത്തില്ല എനിക്ക്. അതെ, ഓക്കെ. ആളുടെ ഫോൺ കോളിലോ അല്ലെങ്കിൽ മെസ്സേജിലോ എന്തെങ്കിലും ഫീൽ ചെയ്തോ ഈ വന്ന ഡേയ്സില്, ഇത്രയും ഡേയ്സിനുള്ളില്? എന്നത്തെ പോലെ തന്നെ ഞങ്ങള് അങ്ങനെ ഇതൊന്നുമില്ല. ഞാൻ ചേട്ടൻ ഫോൺ എടുക്കാറില്ല. സത്യം പറയണം. സത്യം പറഞ്ഞത്. എന്തെങ്കിലും ആള് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മാം, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഇത്രയും വർഷം, എത്ര ഇയറായി മാരേജ് കഴിഞ്ഞിട്ട്? എന്റെ കല്യാണം കഴിഞ്ഞിട്ടോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. 22 വർഷം. ഇത് വലിയ കഷ്ടം. ഇത് നിങ്ങളെ അറിയാം, ഫാമിലി അറിയാവുന്ന ആളാണ്. നിങ്ങൾ ഫാമിലിയായിട്ട് ബന്ധമാണ്. ഇതിന്റെ അപ്പൂപ്പൻ എല്ലാ കാര്യം അപ്പൂപ്പറാണ്. ഓർമ്മയില്ലെന്നെ കുറിച്ച് പറഞ്ഞു. ഞാൻ പക്ഷെ ആദ്യമായിട്ട് ഇവിടെ വന്നതാണ്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഡീറ്റെയിൽസ്, ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. ഈ സ്മഗ്ലിങ്ങിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടത്. അത് ഫുൾ എവിഡൻസോട് കൂടിയാണ് നമ്മളിപ്പോ എടുത്തേക്കുന്നത്. അതുകൊണ്ട് മാഡത്തിന് എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്തെങ്കിൽ മാഡം അത് പറയണം. എനിക്ക് ഒരു ഡൗട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഇത്രയും വർഷത്തിന്റെ ജീവിതത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഫിനാൻഷ്യലി ഒരു പ്രശ്നമില്ല. ഫിനാൻഷ്യലി പ്രശ്നമുണ്ട്. ഉണ്ട്. കാർ ലോണ്, ഹൗസ് ലോണ്, അതായി ഇപ്പൊ ചിട്ടി 2-3 മാസം ഞങ്ങൾ പൈസ അടച്ചു. അപ്പൊ അതൊക്കെ അടയ്ക്കാൻ വേണ്ടിയായിരിക്കും പുള്ളി ഇതിനിറങ്ങി തിരിച്ചു. അതുകൊണ്ടാണ് സുനിൽകുമാർ ഇങ്ങനെയൊക്കെ കാണിച്ചത്. കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞ സുനിൽകുമാറിന് അതനുസരിച്ച് നിൽക്കാൻ പറ്റും. ഇല്ലാത്ത പക്ഷം എന്തെന്ന് വെച്ചാൽ മാഡം സംസാരിക്കൂ. രമ്യ കൃഷ്ണൻ സംസാരിക്കൂ. മനസ്സിലായോ? രമ്യ കൃഷ്ണൻ സംസാരിക്കൂ. ഞാൻ സാറുമായിട്ട് സംസാരിച്ചു. ഇതിന് കോൾ ഡീറ്റെയിൽ എടുക്കണം, ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എടുക്കണം കേട്ടോ. സൂക്ഷിച്ചോ. ഒന്നും തരൂല. അവന്മാര് പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയത്തില്ല. ഞാൻ ചേട്ടാ വെറുതെ വിച്ചുവിനെ എടുത്തിന്റെ വിച്ചു അല്ല, അവരെന്റെ അടുത്ത് പറഞ്ഞത്. അവന്റെ പേരെടുത്ത് ഇടരുത് പ്ലീസ്. അതല്ല വിച്ചു അല്ല, ഇത്രയും വർഷം ഇവര് അതല്ല അവന്മാര്. നമുക്ക് ഇത്രയും നാളില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ടല്ലേ ഇവിടം വരെ എത്തിയത്. സുഖിച്ചല്ലേ ജീവിക്കുന്നേ എല്ലാരും, സുഖിച്ചല്ലേ ജീവിക്കുന്നേ. എടുത്തോ മുറിയിലും കിടക്കുന്നു. മാറൂല. കണ്ടു കാണും. എനിക്കറിയത്തില്ല, ഇവരെല്ലാം കൂടെ ആരൊക്കെ ചതിച്ചതല്ലാണ്ടൊന്നും. ചേട്ടൻ അറിഞ്ഞൂടെ? ഇല്ല, എനിക്കറിയത്തില്ല. വിച്ചുവിനോട് പറഞ്ഞു. ഇല്ല, വിച്ചു അതിന്റെ എല്ലാ ആള്. ഞങ്ങൾ അമ്മാതിരി കഷ്ടപ്പെട്ടാ ജീവിക്കുന്ന അറിയാമോ? വിച്ചു അതിന്റെ ആള്. വിച്ചു ഓരോ ഈ 12-13 വർഷമായി എന്റെ ചേട്ടൻ ഗൾഫിൽ പോയിട്ട് ഈ 13 വർഷം കൊണ്ട് എന്റെ ചേട്ടന്റെ കഷ്ടപ്പാട് ആർക്കും അറിയത്തില്ല. അതെന്താ എനിക്കറിയാം. ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ട് ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടില് മിണ്ടായിരിക്കണം. ഒന്നാമത് എന്റെ നാട് ഇവിടെ തന്നെ അറിയുമ്പോ ഈ വീട്ടിലുള്ളവർക്ക് തന്നെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ശങ്കരിയുടെ ആൾക്കാർ.
ചേട്ടൻ അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാലോ. ചേട്ടൻ ഇല്ല, അവരെന്നോട് പറഞ്ഞെന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. ഞാനത് കൊണ്ടു തന്നില്ലേ എനിക്കറിയത്തില്ല. ഇല്ല, ഇവർ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തെന്നുള്ള കാര്യം അറിയത്തില്ല എന്താണ് വിച്ചു എന്തൊക്കെ ചെയ്ത് മുസ്തഫയായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ചേട്ടനും അറിയാം. എനിക്ക് ഇനി അതിന്റെ പൈസയും വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ഒരു പൈസയും വേണ്ട, ഒരു കാര്യങ്ങളും വേണ്ട. അവനോട് എന്തോന്നിട്ട് ചെയ്യാൻ പറയും. വിച്ചുവിനെ വിളിച്ചു നോക്കും, ഇവിടെ കൊണ്ടുതരാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിപാടി ഇല്ല. ഉണ്ടെങ്കിൽ പറ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ചേട്ടൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഇതിന് പൈസ കിട്ടിയിട്ടുണ്ട് മുമ്പ്, ചോദിച്ചു നോക്ക്. തലവേദന മരുന്ന് എനിക്ക് തലവേദനക്കുള്ള മരുന്ന് നിനക്ക് ഞാൻ തരാം. അല്ല, ചെയ്യാൻ അടിക്കാനും പിടിക്കാനല്ല. അവൻ സത്യം പറഞ്ഞാൽ ജീവിക്കണമെങ്കിൽ കയറി പോയെങ്കിലേ പറ്റൂ ചേട്ടൻ. ഞാൻ അതിന് പറഞ്ഞു മനസ്സിലായില്ലേ? അയാൾ സത്യം വേണം. അയാൾ സത്യം പറഞ്ഞാൽ കാര്യം നടക്കും. അയാളെ നാട്ടിൽ കാര്യം കുത്തിയതിന്റെ അന്ന് നിങ്ങൾ എയർപോർട്ടിൽ വന്ന ആ സമയം തൊട്ട് ഞങ്ങൾ നിങ്ങളെ പുറകെ ഉണ്ട്. നിയന്ത്രണ അവരെ പുറകെ നടക്കണം. നിനക്ക് അന്തസ്സോടെ നിനക്ക് നടക്കാൻ പറ്റില്ലടാ. ഇതാനം എത്ര വയസ്സായി? 76 വയസ്സ്. എന്തിനിങ്ങനെ എടുത്തോണ്ട് വെളിയിൽ കളാ ഇങ്ങനെ വിഷം പിടിച്ച് ചപ്പാടാ നീ പോടാ. വിളിച്ച് കയറ്റി കിടക്കുന്നുള്ള ഇന്ന് എന്തായി? സാറ് എന്തോ ആരണ്ട് കൊടുത്തു വിട്ട് കൊണ്ടു കൊടുത്തേ പറഞ്ഞോളൂ ചേട്ടൻ. എന്തോ അതിനകത്തൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇവിടെ പാഴ്സൽ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അച്ചാറ്. ഇവിടെ പാഴ്സൽ വല്ലതും ഇവിടെ പാഴ്സൽ ഇതാണോ? ഇതാണോ? ഇതോ? അല്ല, എന്റെ ബാഗ്. ഏതാന്ന് പറ, വാ തുറന്ന്. ഏതാ പാഴ്സൽ? ഏതാ? ഇതാണോ? ഇതാണോ നിങ്ങൾ കൊണ്ടുവന്നേ? ഇവിടുത്തെ പാഴ്സലാണോ? ഈ കൊച്ചിന്റെ കൊണ്ടുവന്നേനെ ഞങ്ങളെ കൊണ്ടുവന്നു. ശരി മേഡം, ഒന്ന് കഴിക്കാവോ? അതിലൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, നൈഫ് തരാം. അല്ല, ഞാൻ നിങ്ങൾ നോക്കട്ടെ. ഇതിപ്പോ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയ സംഭവല്ലേ. മാഡം ടെൻഷൻ ആവാണ്ടിരിക്കുമോ? നമുക്ക് ഇൻഫർമേഷൻ കിട്ടി, നമ്മുടെ ഇവിടെ വന്നു, അത് ചെക്ക് ചെയ്യുന്നു. ക്രോസ് ചെക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്? നോക്കട്ടെ. ഓക്കെ, ക്രോസ് ചെക്ക് ചെയ്ത ചെക്ക് എന്റെ കയ്യിൽ വേണ്ട. നിനക്കല്ലാത്ത ചെക്ക് നീ അന്തസ്സുള്ളവളാണെങ്കിൽ കൊണ്ടുതാ. ഒരു പരിധിവരെയൊക്കെ നോക്കണം കേട്ടോ. ഈ കാലം കിട്ടുക ഇതിനൊക്കെ മോളെ ഈ അപ്പൂപ്പനെ വരൂല. ഞാൻ ഇപ്പൊ വിളിച്ചു. നല്ല അടിയല്ല. പ്രായം കൂടുന്നവരും മറ്റേ കൊച്ചുകുട്ടികളെ സ്വഭാവം എന്ന് പറയുമ്പോൾ അടിയുള്ളതിന് കുഴപ്പമാണ്. അടി നിന്റെ നീ അടിക്കോളാം. വയസ്സായി പോയി. ഇല്ലെങ്കിൽ ഇപ്പം വയസ്സായില്ലെന്താ ഇതെന്താ പറഞ്ഞ? ഇതെന്ത് സാധനം? എക്സ്ക്യൂസ് മീ, ഇതെന്ത് സാധനം? എന്ത് സാധനം ഹസ്ബൻഡ് കൊടുത്തുവിട്ടത്? അതെന്തോ കഴിക്കാനുള്ള സാധനമാണെന്ന് കഞ്ഞി വെച്ച് കുടിക്കുന്ന എന്തോ സൗദിയിൽ നിന്ന് കഞ്ഞി കൊണ്ടുവന്നാലേ കുടിക്കാവുള്ളൂ. കഞ്ഞി വെച്ച് കുടിക്കാനുള്ള എന്തോ ചേട്ടൻ നിരവരാധികം സാറ്. തീരുമാനിക്കാം. ആദ്യം എന്താ നോക്കട്ടെ, ആദ്യം എന്താ നോക്കട്ടെ. ഒരു സെക്കൻഡ്, ഈ അപ്പൂപ്പന് കൊടുക്കാനുള്ള കഞ്ഞിയാണോ ഇത്? കഞ്ഞി വെച്ച് കുടിക്കാനുള്ള എന്നോട് പറഞ്ഞു. അപ്പനോ കഞ്ഞി വേണോ കറി വേണോ എന്നൊക്കെ നോക്കട്ടെ. കഞ്ഞി, അച്ചാറ്, പപ്പടം. അപ്പൊ ഒന്ന് മിണ്ടാടക്കോ. മേഡം നോക്കണം, മേഡം നോക്കണം. ഇതെന്തെങ്കിലും കിട്ടിയാൽ നിന്നെ നല്ല ഇടി. നോക്കിയോ? ചേട്ടനെ ഒന്നും ചെയ്യില്ല സാറേ. നോട്ടേ, ഇതെങ്ങനെയാണ്? ഇതിന്റെ വല്ല ആവശ്യം നമുക്ക് പേര് പറ, ഈ പാഴ്സലിന്റെ ഉടമയുടെ പേര് പറ. ഫുൾ നെയിം പറ. അതുല്യ മേനോൻ. നിന്നത് നമ്മളെന്തിനാ ഇത് ചെയ്യാൻ നിന്നത്? നമുക്ക് ഇല്ലാതെ ജീവിച്ച പോരായിരുന്നു. 10-23 ലക്ഷം രൂപയുടെ കടം നമുക്കില്ലേ? ഒരു കാര്യം പറയട്ടെ. ഇത് പിന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഇപ്പോഴും നിങ്ങളെ വീണ്ടും പറയുന്ന കാര്യം, നിങ്ങൾ ഈ പാനിക്കായിട്ട് കാര്യമില്ല. നിങ്ങൾ വളരെ സൈലന്റായിട്ട് സംസാരിക്കുന്നത് കേൾക്കുക. അപ്പം ഇതിപ്പോ ആളിനെ പറ്റിച്ച ഒരാൾ കൊടുത്തു വിട്ടാന്ന് അറിയില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് തിരക്കണ്ടേ. അതുകൊണ്ട് നിങ്ങൾ പാനിക്കാണ്. ഇപ്പൊ ആളിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനത്തെ പ്രശ്നമൊന്നും അല്ല പറഞ്ഞത്. എനിക്കറിയില്ല ഇതെന്താണ്. ഇത് ഐറ്റം അത് തന്നെയാണ്. ശ്രദ്ധിച്ചല്ലോ, കണ്ടല്ലോ ഇത് വ്യക്തമായിട്ട് കാണാം. ഇതിന് നിങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വെച്ചാണ് പൊട്ടിച്ചത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ കാര്യം പറയട്ടെ, നമുക്കിപ്പോ ഗോൾഡ് കൊണ്ടുവരണമെങ്കിൽ പോയിട്ടുള്ളതല്ലേ, എബ്രോഡിൽ പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ എങ്ങനെയാ കൊണ്ടുവരുന്നത്? അല്ലെ, ഇങ്ങനെ കൊണ്ടുവരുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? ഇങ്ങനെ കൊണ്ടുവരുമ്പോ എന്താ ഇതിന് പറയുന്നത്? ഇതിനെന്താ പറയുന്നത്? ആണോ? ഇത് തെറ്റാണോ ശരിയാണോ? ശരി. ചേട്ടനൊന്നും ചെയ്യില്ല മാഡം. അറിയാതെ പറ്റിയത് എനിക്ക് അവരോട് ചെയ്തല്ല.
എവരുമായിട്ട് നേരത്തെ കോണ്ടാക്ട് ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. അത് വിച്ചു പറഞ്ഞിട്ടേ ഉള്ള കോണ്ടാക്ടേ ഉള്ളൂ. ഇങ്ങനെ സാധനം കൊണ്ടുവന്ന് കൊടുക്കണം, അത് തന്നു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു മേഡം കൂട്ടുകാരെ നിങ്ങൾ അറിയാമോ? ഈ കൂട്ടുകാരനെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ അറിയാമോ? അറിയില്ല. CRP 312 312 ബാർ 21 22 ബാർ. ഇതിപ്പോ നിങ്ങളെ വണ്ടിയിലാണോ കൊണ്ടുവന്നേ? നിങ്ങളെ വണ്ടിയിലാണോ? അതെ. വണ്ടി ഓണർ നിങ്ങളാണ് മേഡമാണോ? 612 ബാർ 27/1 ബൈ 2. നീ എന്നാ തിരിച്ചു പോകുന്ന? നാളെ 18-ാം തീയതി. 18-ാം തീയതി. എന്റെ സാറ് എങ്ങനെ പറഞ്ഞു? നീ മര്യാദ നിന്നെ ഇന്ന ഞാൻ അയക്കില്ല. പാസ്പോർട്ട് എവിടെയാണ്? എന്റെയോ? ആളിന്റെ പാസ്പോർട്ട്, ഹസ്ബൻഡ് സുനിൽകുമാറിന്റെ എന്റെ ഇവിടെ ഇല്ല, കയ്യിലില്ല. പാസ്പോർട്ട് ഇല്ലാണ്ട് വീട്ടിലുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകണം. എല്ലാം കളക്ട് ചെയ്യണമല്ലോ. ആള് തെറ്റ് ചെയ്തു ഇല്ലേ? ചെയ്തു. ഇത് കൊണ്ടുവരുമ്പോ തെറ്റല്ലേ? ആളറിയാണ്ട് ഇത് നടക്കൂ? അറിയുന്നില്ലെന്നാ പറഞ്ഞത്. സത്യം പറയണം. എനിക്കറിയില്ല, നീ ചതിച്ചു എന്നാ പറയുന്നത്. ഏത് ചതിച്ചി? വിച്ചു എന്നെ ചതിച്ചേ. അവൻ വെച്ച് എന്നെ ചതിച്ചത്. ഇയാൾ എന്തിനാണ് ഇത് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഈ കഞ്ഞിയുടെ സാധനം ഇവിടെ അറിയാം, അതിലേക്കും അറിയാന്ന് പറഞ്ഞു. എനിക്ക് അറിയത്തില്ല ചേട്ടാ, ഇങ്ങനെ കള്ളം പറയില്ല. പറഞ്ഞു കഞ്ഞിയുടെ സാധനം എന്തോ അവിടുന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. വിച്ചു പറഞ്ഞ അതിലേക്ക് അറിയാം. അത് മാറ്റിയിട്ട് അറിഞ്ഞൂടാ, നിനക്കേ അറിയാവൂ. കൊണ്ടുപോ യവനെ സ്റ്റേഷനിൽ കൊണ്ടുപോ. യവനെ 4 ഇടി കൂമ്പ് നോക്കി കൊണ്ടുകഴിഞ്ഞാൽ യവൻ വീഴും. ഇത് കള്ളമാണ് പറയണ. എന്റെ കൊച്ചൊന്നും ചെയ്തിട്ടുണ്ട്. സുനിൽകുമാർ, ഇത് എത്രാമത്തെ പ്രാവശ്യം ഇത് ചെയ്യുന്നത്? 6ാമത്തെ. എന്റെ ചേട്ടൻ ചെയ്തിട്ട് നീ സത്യസന്ധമായിട്ട് മറുപടി പറയണോ? ഞങ്ങളെ രീതി ചോദിക്കണോ? സത്യം പറ. നേരത്തെ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും നീ ആലോചിച്ചിട്ട് പറഞ്ഞോ. ഞാൻ 5 മിനിറ്റ് സമയം തരുന്നു നിനക്ക്. നീ അവിടെ പറയണ മാഡം സംസാരിച്ചോ. നീ നിനക്ക് തരാൻ സമയം ചോദിച്ചോ. നിന്നോട് പറയാനുള്ളത് ഞാൻ 5 മിനിറ്റ് തന്നെ ഞാൻ നോക്കും. ആവശ്യമില്ല പോലീസ് ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ നമ്മൾ നിൽക്കുന്നത്? സുനിൽകുമാർ പറയൂ, ഇത് സുനിൽകുമാർ അറിഞ്ഞോണ്ടല്ലേ? ആണ്. ഇത് എന്തോ സംഭവം ഉണ്ടെന്ന് ഇവര് പറഞ്ഞു. ഓക്കെ, അപ്പൊ ട്രിവാൻഡ്രത്തോ? അതും അറിഞ്ഞോണ്ട് തന്നെ അല്ലടാ. ഒരബദ്ധം പറ്റിയത് സാറേ. കണ്ടാ അബദ്ധം. ഒരബദ്ധം പറ്റിയത്. സുനിൽകുമാർ ഇത്രയും നേരം എന്താ പറഞ്ഞത്? പാനിക്കാവരുത്. കൂളാവ്. നമുക്കൊരു പ്രശ്നത്തിലാവുമ്പോ നമ്മളിങ്ങനെ പാനിക് ആക്കിയിട്ട് കാര്യമില്ല. ഒരിക്കലും സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ല. ഓക്കെ, ഒരു സെക്കൻഡ്. നീ സത്യസന്ധമായിട്ട് കാര്യം പറയുന്നു. ഈ കള്ളനെ പോലെ ഇങ്ങനെ ശരിയാവില്ലോ. കാര്യം പറയട്ടെ. എന്തോ ചേട്ടാ ഈ കേൾക്കുന്ന ഞാൻ എനിക്കറിയാം. നീ സത്യം പറഞ്ഞോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. സുനിലേ, നീ അവൻ സത്യം നീ ചെയ്തോ ഇല്ലയോ? ചെയ്തു. നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ? എന്റെ അടുത്ത് വിച്ചുവും മുസ്തഫയൊക്കെ പറഞ്ഞതാ. ആരാണ് പറഞ്ഞത്? സത്യം പറ. ഞാൻ ആര് അപ്പൂപ്പനെന്ന് വിചാരിച്ചാ? ഞാൻ ഇവരെ സ്ക്വാഡിലുള്ള ആളാണ്. മനസ്സിലായോ? നിന്നെ പൊക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് കിടന്നതാണ്. നിന്നെ ഏത് തരത്തിൽ പോയി എങ്ങനെ പോയി എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നീ ഇനിയെങ്കിലും സത്യം പറ. എടേ നില്ലേ, സൗകര്യം നില്ലേ? നീ കൊണ്ടുപോയാ ഇല്ലേ? ഇല്ലല്ലോ. നിന്നെ കൗമുദി TVന്ന് നിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ ഭാര്യക്ക് സർപ്രൈസ് കൊടുക്കണം കൊടുക്കണം പറഞ്ഞ. മോളെ ഭയങ്കര ഫോൾട്ടെന്നല്ലേ പറഞ്ഞ ആള്. നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തില്ല. 28-ാം തീയതി ബർത്ത്ഡേ ആയിരുന്നു. ഇതിനാണ് ഒരു ഗിഫ്റ്റ് കൊടുത്തില്ല. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൽ നൽകുന്ന സമ്മാനം ഡീപോൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.